Hello guys, welcome back to Avodha. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്പ്ലിറ്റ് എസിയുടെ അതായത് ഇൻഡോർ യൂണിറ്റ് സ്പ്ലിറ്റ് എസിയുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ ഡിസ്മാൻഡ്ലിംഗ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് തീർക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൻ്റെ അസംബ്ലിംഗ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്മാൻഡ്ലിംഗ് ആണ് പറഞ്ഞത്. ഒരു സ്പ്ലിറ്റ് എസിയുടെ ഇൻഡോർ യൂണിറ്റ് നമ്മൾ ഫുള്ള് അഴിച്ച് മാറ്റി പല പല പാർട്ടായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് മനസ്സിലാവും, പല പല പീസായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അതെങ്ങനെ അസംബിൾ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ നമ്മുടെ ടൂൾ ബോക്സ്, പിന്നെ നമുക്ക് അത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ സ്ക്രൂസ്, ബോൾട്ട്, അതുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സംഭവം ഫിറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ അതിനുവേണ്ടി ഓടാൻ പോകുന്നു, പിന്നെ ടൂൾസ് കാണാതെ പോകുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് കാരണം നമുക്ക് ടൈമിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ടൂൾസും എല്ലാം നമുക്ക്, അതായത് നമ്മുടെ ബോൾട്ട് ടൂൾസ് എല്ലാം നമ്മുടെ കയ്യെത്തുന്ന ഭാഗത്ത് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മുടെ സ്പ്ലിറ്റ് യൂണിറ്റിൻ്റെ ബോർഡ്, ഇൻഡോർ യൂണിറ്റിൻ്റെ ഫുള്ള് കവർ ബോഡിയാണ് നമ്മൾ താഴ്ത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബ്ലോവർ മോട്ടർ ഉണ്ടല്ലോ, ബ്ലോവർ മോട്ടർ നമുക്ക് കണക്ട് ചെയ്യാം. ബ്ലോവർ മോട്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോളിനകത്തേക്ക് കയറി കിടക്കുകയും, ഈ ഹോള് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് അകത്തേക്ക് കയറി കിടക്കുകയും ഈ ബ്ലോവർ നമുക്ക് റൈറ്റ് സൈഡിലാണ് വരുന്നത്. ഈ ബ്ലോവർ മോട്ടറോട് വരുമ്പോൾ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ബുഷുണ്ട്, രണ്ട് സൈഡിലും ഓരോ ബുഷ് വെച്ചിട്ടാണ് നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുഷ് എന്താ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഷെയ്ക്കൊക്കെ മാറി ഷെയ്ക്കൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബുഷിൽ കൊടുത്തിരിക്കുന്നത്. ഈ ബുഷ് പ്രധാനമായിട്ടും റബ്ബർ ബുഷ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ടെമ്പറേച്ചറൊക്കെ ആയി കഴിയുമ്പോൾ ഇതിൻ്റെ തേയ്മാനം വരാനും ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലോവറിന് സൗണ്ടോ ഇൻഡോർ യൂണിറ്റിൽ കൂടുതൽ സൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്ലോവറിൻ്റെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബുഷ് തന്നെ നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ സൈഡിലെ റൈറ്റ് സൈഡിലെ ബുഷിനകത്ത് നമ്മളൊരു ലോക്കുണ്ട്. ഇതിൻ്റെ ലോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡ് അകത്തേക്ക് കയറുന്ന ടൈപ്പ്, അതായത് ഒരു ഗ്രൂ ടൈപ്പ് ഒരു ഷേപ്പും രണ്ട് സ്ക്രൂവും വെച്ചിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മോട്ടറിൻ്റെ പുറത്തുള്ള ബുഷിനെ കവർ ചെയ്യുന്ന രീതിയിലാണ്, ടൈറ്റായി നിർത്താൻ വേണ്ടിയാണ് ഈ ലോക്ക് വെച്ചിരിക്കുന്നത്. പ്ലാസ്റ്റിക് മെയ്ഡാണ് ഇത്. നമ്മൾ ഈ ലോക്കിലേക്ക്, അതായത് ഇവിടെ മോട്ടറിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ലോക്ക് ഒരു ഗ്രൂ ഉണ്ട്, അതിലേക്ക് കയറ്റിയിട്ടിട്ടാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ലോക്ക് കയറ്റിയിടുക, എന്നിട്ട് നമ്മൾ രണ്ട് സ്ക്രൂ ഇടും. ഒരു സൈഡ് ടോട്ടലായിട്ട് ഫുള്ള് ടൈറ്റ് ചെയ്തിരിക്കുക, രണ്ട് സൈഡിലും ഈക്വലായിട്ട് തന്നെ ടൈറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ ടൈറ്റ് ചെയ്യുന്നത്. പിന്നെ 4 സ്ക്രൂസൊക്കെ വരുന്ന കുറേ പോർഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് വേണം ടൈറ്റ് ചെയ്ത് പോകാൻ. ഇല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ ലോക്ക് കറക്റ്റായിട്ട് വീടില്ല. ബ്ലോവർ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്മുടെ ബ്ലോവറിൻ്റെ വർക്കിംഗ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ നമ്മുടെ ബ്ലോവർ മോട്ടർ ആൻറ്റി ക്ലോക്ക്വൈസ് റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഇതും ആൻറ്റി ക്ലോക്ക്വൈസ് റൊട്ടേഷൻ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ അകത്തുള്ള എയറിനെ തന്നെ തണുപ്പിച്ച് നമുക്ക് സപ്ലൈ ചെയ്യുകയാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൈഡ്, ഈ സൈഡ് നിങ്ങൾക്ക് ഈ ഗ്രൂസ് കാണുന്നല്ലോ, ഈ ഗ്രൂസും ഒരു ഷാഫ്റ്റ് ഹോളും കാണാം. ഈ കണ്ടില്ലേ, ഈ ഹോളാണ് നമ്മൾ ഷാഫ്റ്റിനകത്തേക്ക്, അതായത് മോട്ടറിൻ്റെ ഷാഫ്റ്റിനകത്തേക്ക് കയറ്റിയിടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്രൂ ഉണ്ട് നമ്മുടെ സ്ക്രൂ ഇടാനായിട്ട്. അപ്പോൾ അത് ഒന്നെങ്കിൽ അലൻ ബോൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ നോർമൽ സ്റ്റാർ സ്ക്രൂ ആയിരിക്കും. പൊതുവെ വരുന്നത് അലൻ ബോൾട്ട് ആയിരിക്കും. അതുകൊണ്ട് അലങ്കി ഇത് ടൈറ്റ് ചെയ്യാനും ലൂസ് ചെയ്യാനൊക്കെ നിർബന്ധമായിട്ടും കയ്യിൽ കരുതേണ്ടതാണ്. ഇനി നമ്മളിത് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇപ്പുറ സൈഡിൽ ഒരു ഷാഫ്റ്റ് പോലെ നീണ്ടിരിപ്പുണ്ട്. ആ സൈഡിലാണ് നമുക്കൊരു ചെറിയൊരു ബുഷും കൂടി വരുന്നുണ്ട്. അതും റബ്ബർ ബുഷ് തന്നെയാണ് വരുന്നത്. ഈ ബുഷും പറ്റിയതുപോലെ തന്നെ, അതായത് നമ്മളിത് റൊട്ടേഷനിൽ ഇടയ്ക്ക് തേയ്മാനം വരാനും ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറാനും അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡോർ യൂണിറ്റിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് ഒന്നെങ്കിൽ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറുന്നത്, അതായത് ഈ ബുഷുകളുടെ കംപ്ലയിൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റിൻ്റെ ഫിറ്റിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടായിരിക്കും ഇൻഡോറിൽ സൗണ്ട് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം. ഈ ഷാഫ്റ്റിൻ്റെ ഹോള്, അതായത് ബ്ലോവറിൻ്റെ ഹോള് നമ്മൾ ഈ ഷാഫ്റ്റിലേക്ക് കയറ്റി, നമ്മുടെ ബ്ലോവർ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് കയറ്റിയിടും. എന്നിട്ട് ഈ സൈഡിൽ
ഈ സൈഡിൽ നമ്മൾ ബുഷ് ഇട്ടിട്ട് നേരെ താഴേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഗ്രൂവിൽ കറക്റ്റായിട്ട് വന്ന് കിടക്കുകയും ഈ അറ്റത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഗ്രൂവ് പോലെ കാണാം. അതായത് ഈ ബ്ലോവറിൻ്റെ ഈ അറ്റത്ത് സൈഡിൽ ഒരു ചെറിയ ഗ്രൂവ്സ് ഉണ്ട്. ആ ഗ്രൂവിലേക്കാണ് നമ്മുടെ ഈ ബുഷിൻ്റെ പ്രൊജക്ഷൻ വന്നിരിക്കേണ്ടത്. ഈ പ്രൊജക്ഷൻ ആ ഗ്രൂവിൽ വന്ന് വീഴുന്ന രീതിയിലായിരിക്കണം നമ്മളിത് ഫിറ്റ് ചെയ്യാനായിട്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ ബ്ലോവർ കറക്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ലോക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോവർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് അനുസരിച്ചിട്ട് തള്ളി പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ലോക്ക് റൈറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട്. അത് നേരെ ബ്ലോവറിൻ്റെ മുകളിലേക്ക് ഫിറ്റ്, ഇവിടെ ഒരു ഗ്രൂ ഉണ്ട്, അതിലേക്ക് നേരെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ടൈറ്റ് ചെയ്യാൻ നേരത്തും 2 സ്ക്രൂ കൊണ്ടാണ് അത് ടൈറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ബ്ലോവർ ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി ഒരു ബുഷ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ലോക്ക് ഇടും. ആ ലോക്ക് ടൈറ്റ് ചെയ്യുന്നതും 2 സ്ക്രൂ കൊണ്ടാണ്. അതും സ്റ്റാർ സ്ക്രൂ ആണ് പൊതുവെ വരുന്നത്. അപ്പോൾ നമുക്കിതും ഒരു സെൽഫ് ത്രെഡ് ആയിട്ടുള്ള സ്റ്റാർ സ്ക്രൂ ആണ് ഇതിനും വരുന്നത്. അത് നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫുൾ ടൈറ്റ് ചെയ്യരുത്. താഴത്തത് മാഗ്നറ്റിക് പവറുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ തന്നെ യൂസ് ചെയ്യണം. കാരണം അതിനകത്തെ ഗ്രൂവിലേക്ക് വേണം ഈ സ്ക്രൂ ഇറങ്ങി ചെല്ലാനായിട്ട്. അപ്പോൾ അത് മാക്സിമം സ്റ്റാർ സ്ക്രൂ തന്നെ, മാഗ്നറ്റിക് പവറുള്ള സ്റ്റാർ സ്ക്രൂ തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ലോക്ക് കൂടി ഇടുന്നതോടുകൂടി നമ്മുടെ ബ്ലോവർ ഫുള്ള് ടൈറ്റായിട്ട് ആ ഒരു ഗ്രൂവിൽ തന്നെ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മോട്ടറിലേക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്ലോവർ നമ്മൾ 2 സൈഡിലും ഇട്ടെങ്കിലും ഇതിൻ്റെ ഗ്രൂവ്, അതായത് നമ്മുടെ ബ്ലോവർ മോട്ടറിൻ്റെ ഗ്രൂവിലാണ് വന്ന് ഷാഫ്റ്റിൻ്റെ ഒരു സൈഡ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബ്ലോവർ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഇങ്ങനെ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒഴിവാക്കാനും കൂടി കുറച്ച് ടൈറ്റായിട്ട് നിൽക്കാൻ കൂടിയാണ് നമ്മളിവിടെ ഒരു ബോൾട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു അലൻ ബോൾട്ടോ അല്ലെങ്കിൽ സ്റ്റാർ സ്ക്രൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ ഷാഫ്റ്റും ബ്ലോവർ മോട്ടറിൻ്റെ ഷാഫ്റ്റും ബ്ലോവറും തമ്മിൽ ഒരു ഗ്രൂവിലിട്ട് ടൈറ്റ് ചെയ്യാം. ഇങ്ങനെയാണിത് ടൈറ്റാക്കി നിർത്തുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാം, കണ്ടോ, ഇത് ടൈറ്റായിട്ടുണ്ട്, എല്ലാ സൈഡും ടൈറ്റായിട്ടുണ്ട് മോട്ടർ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു ബ്ലോവറിൻ്റെ, അതായത് എയർ സർക്കുലേഷൻ്റെ ഒരു പാർട്ട് നമ്മുടെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കൂളിംഗ് കോയിലാണ് അടുത്തത് ഫിറ്റ് ചെയ്യേണ്ടത്.